ഹലോ ഗൈസ്. ആരും നോക്കണ്ട, വിഷ്ണുവിൻ്റെ ഹൂഡിയാണ്. എൻ്റെ ഹൂഡി കാണാനില്ല, അതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതെടുത്ത് അങ്ങോട്ട് ഇട്ടു. അപ്പം ഞാനിപ്പോൾ വന്നത്, ഞാനൊന്ന് പുറത്ത് പോകാൻ പോവാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബർത്ത്ഡേക്ക് എവിടെയും പോവുകയൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഒരു ഡ്രസ്സ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് മാത്രം ഇന്നേ വരെ തെറ്റിച്ചിട്ടില്ല. അപ്പോൾ അത് ചെയ്യാൻ ഒരു ചെറിയ മനസ്സമാധാനക്കേടാണ്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളെയും കൂടെ ഒപ്പം കൊണ്ടുപോകാം, നിങ്ങളുടെയും കൂടെ ഒപ്പീനിയൻ ചോദിക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് പോയി ഡ്രസ്സ് എടുത്ത് വരാം. ഞാൻ ഒറ്റയ്ക്കല്ല പോണത്, ദീപ ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ ദീപ ചേച്ചിയും സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. വിഷ്ണുവും എന്നെ ബിനോഫിക്ക് ഡ്രോപ്പ് ചെയ്യും അല്ലേ? വിഷ്ണുവാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാനുള്ള പൈസ തരണം. അതെന്താ? ഓക്കെ, അപ്പൊ വിഷ്ണു പൈസ തരാത്ത സ്ഥിതിക്ക് ഞാൻ എൻ്റെ സ്വന്തം പൈസക്കാണ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോണത്. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പായസം ഉണ്ടാക്കി കേട്ടോ. പായസം ഇതിനെ വിളിക്കാൻ പറ്റുമോ എനിക്ക് അറിയാൻ പാടില്ല. ഇതൊരു മധുര കട്ടയാണ്. കുട്ടാ കുറച്ച് പായസം തരട്ടെ. വിഷ്ണു പായസം വേണ്ട, കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത് മധുരിച്ചിട്ടുണ്ടല്ലോ, കണ്ടൻസ്ഡ് മിൽക്കും നമ്മുടെ എന്താണ് ആ സാധനം, സ്ലാഹറും, എന്താ അതിന് പറയാ. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. എന്നെ ഡ്രോപ്പ് ചെയ്ത് തരില്ലേ? അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ചിട്ട് വരാം. ബൈ. ഈ ഡ്രോപ്പ് ചെയ്ത് തരുമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കാറിലൊക്കെ കൊണ്ടാക്കി തരുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ആ സൈക്കിൾ എടുത്തിട്ടൊന്നും അങ്ങോട്ട് ആക്കി തരൂ എന്നാണ് ഞാൻ ചോദിച്ചത്. കരിയല്ലോ, ഇത്ര വിളിച്ചിട്ടുണ്ടായിരുന്നു റൂമില്. Just feel heavy tonight. I'm tasting no tears, I'm fighting no fears, but still there's a hole in my heart. Not on my own, but I feel it sometimes. Guys, ഇത് നമ്മളല്ല ഞാൻ റെഡിയായി ദേ ഇറങ്ങാൻ പോവാണ്. ദീപ ചേച്ചി അവിടെ ഓൾറെഡി എത്തി. സോ കുറച്ച് കൽപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു 5 മിനിറ്റ്സിൽ എത്തേണ്ടതാണ് അവിടെ. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് സൈക്കിൾ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. എനിക്കൊക്കെ സ്ഥലം തരുമോ? We are already running late. Hey bro. ഇവിടെ ആംസ്റ്റർഡാമിൽ ഏറ്റവും കൂടുതൽ കളവ് പോകുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കിളായിരിക്കും. ഒരു സൈക്കിൾ ലോക്ക് ചെയ്യാതെ നമ്മൾ തിരിഞ്ഞ് ഇപ്പുറത്തേക്ക് തിരിയുമ്പോഴേക്കും സാധനം അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പോകാൻ പാടുള്ളൂ. ഇന്ന് ആക്ച്വലി എനിക്കത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല, തണുപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വിഷ്ണു പറയുന്നുണ്ട് നല്ല തണുപ്പുണ്ടെന്ന്. അപ്പോൾ വിഷ്ണു എന്നെ അവിടെ ആക്കി തന്നിട്ട് വിഷ്ണു തിരിച്ചു പോരും. പിന്നെ ഷോപ്പിംഗ് കഴിയാനാകുമ്പോഴേക്ക് വിഷ്ണു വരുന്നുണ്ടായിരിക്കും. ഇവിടെ ആംസ്റ്റർഡാമിൽ ആക്ച്വലി ഡബിൾസ് വെക്കുന്നത് സൈക്കിളിൽ ഓക്കെ ആണെന്ന് അറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ എനിക്ക് നല്ല മടി എപ്പോഴും സൈക്കിൾ ഓട്ടാൻ. അതുകൊണ്ട് നിവർത്തിയില്ലെങ്കിൽ മാത്രമാണ് ഞാൻ സ്വന്തമായിട്ട് സൈക്കിൾ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വിഷ്ണുവിൻ്റെ സൈക്കിളിൻ്റെ ബാക്കിൽ ഇരിക്കാറുള്ളൂ. വിഷ്ണു, തൻ്റെ അഭിപ്രായം എന്താ അതിനോട്? അതെന്താ? പക്ഷെ ഞാൻ ഭയങ്കര വെയിറ്റ് കുറവല്ലേ? അപ്പോൾ ഞാൻ പോയിട്ട് വരാം.
നമുക്ക് പോയി ദീപചേച്ചിനെ കണ്ടുപിടിക്കാം. ദീപചേച്ചി ആണെങ്കിൽ പിന്നെ ആവശ്യത്തിന് ഫോൺ എടുക്കാത്ത ആളായതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ മുഴുവൻ തപ്പി കണ്ടുപിടിക്കണ്ടായിരുന്നു ദീപചേച്ചി എവിടെയാന്ന്. ആ വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ ഇപ്പോൾ പാർഷ്യൽ ലോക്ക്ഡൗൺ ആണ്, കേസസ് നല്ലോണം കൂടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വിൻ്ററും കൂടെ ആയിട്ടില്ല. അപ്പോൾ 2 റീസണും കൊണ്ടും ആൾക്കാർ കണ്ടോ നല്ലോണം കുറവാണ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ തിക്കി തിരക്കി നമുക്ക് നടക്കേണ്ട അവസ്ഥയായിരിക്കും. Don't know what's wrong, but something isn't right. I feel I belong in the light. ഞാൻ പറഞ്ഞില്ല ദീപചേച്ചി ഫോൺ എടുക്കില്ല. ദീപചേച്ചിയുടെ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. ഒരു സ്ഥലത്ത് പോവുക അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ദീപചേച്ചി എന്തായാലും ഫോൺ എടുക്കില്ല. ഇനി ഞാൻ ഇവിടെ ഫുൾ ദീപചേച്ചിനെ തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ ക്രിസ്മസ് ആയിട്ട് ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ ഉണ്ടോ പ്രാവശ്യത്തെ ക്രിസ്മസ് ഇവിടെ ലോക്ക്ഡൗൺ ഇല്ലാന്നേ ഉള്ളൂ, എന്നാലും പാർഷ്യൽ ലോക്ക്ഡൗൺ തന്നെയാണ്. മാസ്ക് ഞാൻ വെക്കാൻ പോവാം. ഞാൻ മാത്രമേ വെക്കാത്തതെന്ന് ഞാൻ വെക്കട്ടെ. അങ്ങനെ ഫൈനലി ദീപ ചേച്ചി ഫോൺ എടുത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ കിക്കോ എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഉണ്ടോ കിക്കോ? എനിക്ക് ഇവിടുന്ന് ഒരു സെറ്റിംഗ് സ്പ്രേ, ഇപ്പോഴാണല്ലോ കുറച്ച് മേക്കപ്പ് ചെയ്യാൻ പഠിച്ചത്, അതുകൊണ്ടൊരു സെറ്റിംഗ് സ്പ്രേ വാങ്ങിക്കണം എന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ, സമയം അനുസരിച്ച് ചെയ്യാം. മെയിൻ പ്രയോറിറ്റി എന്തായാലും ഡ്രസ്സ് വാങ്ങിക്കുന്നതിനാണ്. പിന്നെ ദീപ ചേച്ചി എന്തോ ചലഞ്ച് കുത്തിപ്പൊക്കി വന്നിട്ടുണ്ട്, ദീപ ചേച്ചിയുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ദീപ ചേച്ചിനെ അന്വേഷിച്ച് പോവാം. ഞാൻ കാണുകയേ ചെയ്തിട്ടില്ല. മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ നോക്കിയപ്പോ എല്ലാരും മാസ്ക് ഇടണം. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇത് പുതിയ സ്റ്റാൻഡൊക്കെ ഇഷ്യൂ പുതിയതല്ല, എന്നെ കാണാനില്ല, അതുകൊണ്ട് ജമ്മി ചേച്ചനെ വീട്ടിനകത്തുണ്ട്. എന്റെ വീട്ടിലാ? ആണോ? ഞാൻ പോയി. ഇല്ല, വീട്ടിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ മറ്റേ ഇതൊക്കെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എവിടെ ഷോപ്പിങ്ങിന് പോകുമ്പോഴും അവിടെ ഒരു കിക്കോ കാണാറുണ്ട് കേട്ടോ. ഇത് പിന്നെ നമുക്കറിയാം ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഇത് ബിനനോഫ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾ സെൻട്രം പോകുമ്പോൾ അവിടെയുണ്ട്. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങൾ കിക്കോൻ്റെ ഷോറൂമിൽ കയറിയിട്ട് കുറച്ച് നേരം ലിപ്സ്റ്റിക്ക് ഇട്ടും കണ്ണ് നോക്കിയും ഒക്കെ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യാറില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം. എന്നാലും കണ്ണുകൊണ്ട് കണ്ട് നമ്മൾ എല്ലാം എൻജോയ് ചെയ്യും. എന്തൊക്കെയോ കുറച്ച് സാധനം പ്രാവശ്യം വാങ്ങിച്ചു കേട്ടോ. ഞങ്ങൾ ആക്ച്വലി കുറച്ച് സമയത്തിൽ പ്രശ്നത്തിലാണ്. കാരണം യൂഷ്വലി 9 മണി വരെ ഉണ്ട് തേഴ്സ്ഡേയ്സ്. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ, പാർഷ്യൽ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ ഭാഗമായിട്ട് 8 മണി വരെ ഉള്ളൂ. നമ്മൾ പിന്നെ എപ്പോഴും നേരത്തെയാണല്ലോ, കടയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയല്ലോ പോകുന്നുണ്ടാവുള്ളൂ. ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ തൊട്ടടുത്ത് കണ്ടത് പിന്നെ ഒന്നുമല്ല, എന്റെ വീഡിയോന്റെ ഇൻട്രോ ഷൂട്ട് ചെയ്ത് എന്നെ പിടിച്ച് വലിച്ച് പുറത്തിറക്കി വീണ്ടും നമ്മൾ ഉള്ളിൽ പോവാണ്. അപ്പോൾ അവിടെ നമുക്കുള്ള ഡ്രസ്സ് കിട്ടുമോ നോക്കാം. കിട്ടാതെ അവിടെ പോകാം. ആയിഷ എന്താണ് മനസ്സിൽ കണ്ടിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാതെ ഡ്രസ്സ് എടുത്തിട്ടൊന്നും കാര്യമില്ല, കാരണം എവിടെ ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ സമ്മറിലൊക്കെ ഷോപ്പ് ചെയ്യുന്ന കുറച്ച് ഭംഗിയുള്ള ഡ്രസ്സെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഏതെങ്കിലും സാധനം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി എന്തല്ലേ വീഡിയോന്റെ ഉള്ളിൽ വീഡിയോ. ആക്ച്വലി എന്ത് മനസ്സിൽ കണ്ടാണ് ഡ്രസ്സ് എടുക്കേണ്ടത്? കാരണം ബർത്ത്ഡേക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. ഞാൻ പറയുകയാണെങ്കിൽ നീ യൂസ്ഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കണത് പാർട്ടി വെയർ പോലെ എടുക്കണം. പാർട്ടി വെയർ എടുത്തോളൂ. ആണോ? അതിന് ഞാൻ എന്ത് ചെയ്യാം? വല്ലപ്പോഴും എടുക്കാം. നിനക്ക് ഡ്രസ്സ് വാങ്ങണമെന്നല്ലേ ആഗ്രഹം ബർത്ത്ഡേക്ക്? നമുക്ക് നോക്കാം, എന്തെങ്കിലും കണ്ണിൽ ഇഷ്ടപ്പെട്ട് നമ്മൾ എടുക്കാം. ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യണം. ആ ഡ്രസ്സുണ്ട്, നല്ല ജീൻസ് അല്ലേ? വെരി നൈസ്. എനിക്ക് ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്സും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെ വയറ് ഒരിക്കലും സമ്മതിക്കാറില്ല. ആ മാസ്ക് ഒന്നും മുകളിൽ അല്ലെങ്കിൽ താഴ്ത്തിക്കോളാം. പക്ഷെ ഇത് രസമല്ലേ? പക്ഷേ ഈ കളർ തന്നെ ഒരുപാട്. എനിക്ക് ഇങ്ങനത്തെ പേസ്റ്റൽ, ഇതിനല്ലേ പേസ്റ്റൽ കളേഴ്സ് എന്ന് പറയാം. മണ്ടത്തിനെ കളിച്ച് പറയാം, ബ്ലൂ ഒക്കെ എടുത്തിട്ട് പേസ്റ്റൽ കളർ. എനിക്ക് ഇങ്ങനത്തെ പേസ്റ്റൽ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഗ്രീനിക്ക് വരുന്ന ഒരു കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെയിം കളർ
എനിക്ക് തോന്നുന്നു ഞാൻ സാറ വിടണം ഡ്രസ്സ് എടുക്കാനുള്ളതാണ്. പക്ഷേ എൻ്റെ സാറയിലുള്ള പോസ്റ്റ് ചലഞ്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ കണ്ണടച്ച് കുറച്ച് ഡ്രസ്സ് എടുക്കണം. ഓക്കെ, ഞാൻ കൊണ്ടുപോകുന്ന സെക്ഷനിലാണ് താങ്കൾ പോവുക. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു ഗുണമുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡച്ചന്മാർക്ക് കൊടുക്കാത്ത ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് വേണ്ട ഡ്രസ്സൊക്കെ ചിലപ്പോൾ കിഡ് സെഷനിൽ കിട്ടും. ശരിയാണ്. ഇതിപ്പോ ഇതൊക്കെ എന്തായാലും എനിക്ക് പാകം. ഈ ജംപ് സൂട്ട് ഉണ്ട്, എന്താണ് ഇതൊക്കെ എന്തായാലും പാകം പാകം ഉറപ്പാ പാകം. ചിലപ്പോ അരഭാഗവും വയറൽപ്പം അത് എനിക്ക് പാകം. അടിപൊളി, നല്ല കളറ്. അല്ല പക്ഷേ സൈസ് എടുക്കണം, സൈസ് എടുക്കണം. 150 170 സംതിങ് അല്ല, ഇത് 13 to 14 ഇയേഴ്സ് എടുക്കണം. ഏറ്റവും ബേസിലുണ്ടാവും. അപ്പൊ നീ ഇതിലൊരു സൈസ് ചെറുതെടുക്കണം. ആ കുഴപ്പമില്ല, നീ ഒരു സൈസ് എടുത്ത് ഇട്ട് നോക്ക്. കൂടിയാ നല്ലത്, വിന്ററിലും നിനക്ക് ഇടാം. പൊളി, അത് നിനക്ക് കറക്റ്റ് ആയിരിക്കും. ഐഷു ഈ ഹൂഡി എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ആ ബ്ലാക്കിന്റെ കൂടെ തന്നെ, നല്ല രസമുണ്ട്. I'll go with the maroon. ഞാൻ എപ്പോഴും ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര ലൈറ്റ് കളേഴ്സൊക്കെ പോകുള്ളൂ. ഇപ്പൊ അടുത്ത് ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് ഡാർക്ക് കളേഴ്സൊക്കെ പോകാൻ തുടങ്ങിയത്. ചെയ്യാം. ബേബീസിന്റെ ആണ്, ബേബീസിന്റെ എല്ലാം ഒന്നും പാകാവൂല, ചിലതൊക്കെ പാകാവും. നല്ല കംഫർട്ടബിൾ ആയിരിക്കും നീ. പക്ഷെ അതൊരു പെയറാണേ അല്ലേ? സെപ്പറേറ്റ് എടുക്കാവോ? നല്ല സെപ്പറേറ്റ് എടുക്കാൻ തോന്നുന്നു. രസമുണ്ടാവും, നല്ല രസമുണ്ടാവും. നീ സ്കേർട്ട് ഇടുന്ന ഒരു ടൈപ്പാണോ? ബുദ്ധിമുട്ടാണ്, പക്ഷെ മാസ്ക് താഴ്ത്തും. ഒന്നും കൂടി പറയുന്നുണ്ട്. ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇടയ്ക്കിടാം. ഇതുമാണോ നന്നാവുക? ഞാനാണെങ്കിൽ ഇത് രണ്ടും എടുക്കുള്ളൂ. അത് രസമില്ലായ്മ ഉണ്ടെന്ന് ഞാൻ പറയൂല. ഞാൻ നോട്ട് ദാറ്റ് ഇങ്ങനത്തെ സ്കേർട്ടിന്റെ ഒരാളല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇതൊരു കൂൾ ലുക്കാണ്. ജസ്റ്റ് അത് മാത്രം, ജസ്റ്റ് കൂൾ. ഒരു വൈറ്റ് ഷൂ ഒക്കെ ഇടുകയില്ലേ, അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാനിത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് ചെയ്യണം. കിഡ്ലം മാൻസ് എന്താ പറയാ, കിഡ്സ് കിഡ്സ്. ആരും എന്നോട് ഫോട്ടോയിൽ വെച്ചിരുന്നു, യു ലുക്ക് ലൈക്ക് എ ടീനേജർ, യു നോ വൈ. 13 to 14 കിഡു. ഇത് ട്രൈ ചെയ്തോക്കാം. നീ ബ്ലാക്കിന് പകരം ഇതെടുക്കാം. പിന്നെ ഐഷുവിന്റെ ബർത്ത്ഡേ ഷോപ്പിങ്ങിന്റെ കോസ്റ്റ്യൂം ഒക്കെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ എവിടെ പോകണത് ഐഷു? ഫാസ്റ്റ് കാമർ ട്രയൽ റൂമിലേക്ക് പോവാണ്. ഡച്ചാണ് കേട്ടോ ട്രയൽ റൂമിന്റെ. ഇങ്ങനെ കുറെ ഡച്ചിന്റെ കളികൾ നിങ്ങൾക്ക് പറയാനുണ്ട്. ഞാനും ദീപ ചേച്ചിയും കൂടെ ഒരു ഡച്ച് ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. വിശേഷം ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ ഞങ്ങൾ ഈ മലയാളം ചാനൽ ഡച്ച് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ്. തനി ഡച്ചൻ. ഞങ്ങൾ തുടക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീ എന്ന് വിളിക്കുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊക്കെ ഇഷ്ടമായിരുന്നു അല്ലേ? മെഫ്രോ എന്ന് വിളിക്കും. മെഫ്രോ ഡച്ചില് നമ്മള് ലേഡീസിനെ വിളിക്കുന്ന വാക്കാണ്. നിന്റെ മുതൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് പ്ലീസ് വെയിറ്റ് ചെയ്യൂ. പോയിക്കോളൂ. 6 കൊണ്ടുപോകും, 6 കൊണ്ടുപോകും. അപ്പം നമ്മൾ പോസ്റ്റ് ചാലഞ്ച് ഇവിടെ തന്നെ ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. നമ്മളോടല്ല, അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് തന്നെ പോസ്റ്റ് ചാലഞ്ച് ചെയ്യാൻ പോകണം.
ഭാഗ്യദോഷം കൂടുള്ളതുകൊണ്ട്, ഭാഗ്യദോഷമല്ല, നമ്മൾ ലേറ്റ് ആയതുകൊണ്ടാണ് അവര് അടച്ചിരിക്കുന്നു, കേരള സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇത്രയും കൂമ്പാരത്തൊന്നും ഫെയിൽ പോസ്റ്റ് ചലഞ്ചാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇതാണ് എൻ്റെ എൻഡ്. അപ്പോൾ ഇത്രയുള്ള ഡ്രസ്സൊന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണത്? പുറത്തുനിന്ന് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഏതെങ്കിലും 1-2 സാധനം എടുക്കണം. അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ പോലെ ചമ്മി പോകും. ഞാൻ ഡ്രസ് ഷോപ്പിൽ ഇതെനിക്ക് പാകാവോ? പാകാവും. 101% പാകം. ഓ യാ, ശരിയാ, ചാൻസ് ഉണ്ട്. അല്ലേ? അപ്പം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. ദീപിച്ചിടെ ഞാൻ വേറെ ആരെങ്കിലും ഇവിടെ കൊടുന്ന് ചൈന മോളാണെന്ന് വിളിച്ചു. ഇതോ മാറ്റി വെക്കാല്ലേ? അണ്ടർ കൺസിഡറേഷൻ. ഇതെനിക്ക് ഓക്കെ ആയിരിക്കില്ലേ? എന്നാണ് എനിക്ക് പറയുന്നത്. കാണിക്കാം. ഇതെനിക്ക് ഓക്കെ ആവുമോ? ദാറ്റ് ഡെഫിനറ്റ്ലി ഓക്കെ ആവും. അല്ലേ? ഏറ്റവും വലുതല്ലേ എടുത്ത? നല്ല വെൽവെറ്റിന്റെ ഒരു മെറ്റീരിയൽ ആട്ടോ. സൈസ് എന്താണ്? ഇത് പാകാവണം. പിന്നെ ഞാൻ അതാ അടച്ചുപോയി എന്നാണ് അവർ ഡച്ചിൽ വിളിച്ച് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. ഈ പാൻസ് ഓഫ് കോഴ്സ് നമ്മൾ എടുക്കല്ലേ? ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് ചോദിച്ചപ്പോ അവര് പറഞ്ഞു നമ്മൾ റാൻഡം ആയിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് അത് അവർക്ക് കൊടുത്താൽ. അപ്പൊ ഐഷു അത് അവിടെ കൊടുത്തു ആ ചേച്ചിക്ക്. അവര് മര്യാദയുടെ ഭാഷയിൽ ഇറങ്ങി പോകാനാണ് പറയുന്നത്. നമ്മൾ കിട്ടിയ സാധനങ്ങൾ എടുത്ത് സ്ഥലം വിടട്ടെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധന സംഗമന ജംഗമന വസ്തുക്കൾ. ഓക്കെ, ഒരു പാൻസും കൂടെ ഉണ്ട് ചേച്ചി എടുത്തത്. Yeah, we are going to do it. Yeah. ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് റൂൾ ഉണ്ട്, നമ്മൾ എക്സാക്ട് 8-ന് നമ്മൾ ക്ലോസ് ചെയ്യണമെന്ന്. സോ അതുകൊണ്ട് നമ്മൾ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാണിച്ചത് ഇതാ ഈ സാധനം കൂടെ ഉണ്ട്. നമ്മൾ രണ്ടുപേരും ട്വിൻ ചെയ്തിട്ടൊരു ഹൂഡി എടുത്തിട്ടുണ്ട്. താങ്ക് യു. We can return it, right? Yeah, between 30 days. 30 days. Yeah. Okay. Thank you. ഞാനുണ്ടല്ലോ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നത് മലയാളത്തിൽ പറയും, മലയാളത്തിൽ പറയും, ഡച്ച് പറയും. കാരണം ഫുൾ കൺഫ്യൂഷനാണ് ഏത് ലാംഗ്വേജ്. ബൈ ഏത് ലാംഗ്വേജിൽ നമ്മൾ അത് എൻ്റർ ചെയ്യണം, സംസാരിക്കണം എന്നുള്ളത്. ഇവിടെ വന്ന സമയത്ത് ആംസ്റ്റർഡാം ഇത്രയും ടൂറിസ്റ്റിക് സ്പോട്ട് ആയതുകൊണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇവിടെ ആക്ച്വലി ഇംഗ്ലീഷ് അറിയേണ്ട ഒരു ലാംഗ്വേജേ അല്ല. നമ്മൾ ഫുൾ ഡച്ചിലാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അത് ആംസ്റ്റർഡാം കുറച്ചും കൂടെ ടൂറിസ്റ്റ് വരുന്ന സ്ഥലമായതുകൊണ്ട് കുഴപ്പമില്ല. ഒരു തവണ ഇതേപോലെ ജർമ്മനി പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ദീപച്ചെടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് എങ്ങോട്ടോ ലോസ്റ്റ് ആയിപ്പോയി, സ്ഥലം മനസ്സിലാവില്ല. കൊളോൺ പോയിട്ട്, കൊളോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു സിറ്റി പാർട്ടല്ല. അപ്പോൾ നമ്മളൊരു സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് എങ്ങനെയാണ് വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിലുള്ള സാൻഡ്വിച്ച് എടുത്തിട്ട് ഗോയവേ നമ്മൾ ഏതാണ്ട് അവരുടെ കയ്യിലെ സാൻഡ്വിച്ച് സ്നാച്ച് ചെയ്യാൻ വന്നാന്നുള്ള പോലെ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വന്നത് നമ്മൾ ലാംഗ്വേജും ലോക്കൽ ലാംഗ്വേജ് ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. ഇപ്പോൾ നമുക്ക് നാട്ടിൽ നിന്നിട്ട് നമുക്കാകെ പഠിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം, പലർക്കും ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്കൊക്കെ ഇംഗ്ലീഷ് അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് പറയാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. ഒന്നാമത് ഇപ്പം എൻ്റെ ക്ലാസ്സിലൊക്കെ തന്നെ ഉണ്ടായിരുന്നുണ്ടോ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കണം, ഓള് വലിയ മദാമയാണ് എന്നുള്ള പറച്ചില്ല. അപ്പോൾ അത് ആക്ച്വലി അതത്ര മോട്ടിവേറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആക്ച്വലി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 2 ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഓള് വലിയ മദാമ എന്ന് പറയും. അത് പക്ഷേ എനിക്കറിയില്ല ഗുജറാത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ അവിടെ. ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാമോ? പിന്നെ കോപ്പ് അല്ല, ഞാൻ പഠിച്ച സ്കൂളിലും അത് ഉണ്ടായിരുന്നു. പക്ഷേ ടീച്ചർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദീപച്ചിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ പറയുക, ദീപച്ച് നമ്മുടെ ക്ലാസ്സിൽ സ്റ്റുഡിയസ് ആയിട്ട് അയ്യോ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളില്ല, അങ്ങനത്തെ ടൈപ്പായിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പോർട്ടൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ചെറിയ കാര്യമല്ല.
കാരണം നമുക്ക് വൺസ് കേരളം വിട്ട് ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലാംഗ്വേജ് നമ്മുടെ കയ്യിലുണ്ടെന്നനുസരിച്ചിരിക്കും നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്നാലും നമുക്ക് ലൈഫിൽ എന്ത് കാര്യം ചെയ്യാൻ പറ്റുമോ, അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമല്ലോ. ഇത്രയും ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഞാൻ നിങ്ങൾക്ക് ഒരു മെത്തേഡ് ഓഫ് ഇംഗ്ലീഷ് ടീച്ചിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇംഗ്ലീഷ് കഫേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. അത്രയും നന്നായിട്ടാണ് അവരിപ്പോൾ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വാട്സാപ്പ് വഴിയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അത്യാവശ്യം പറയാനറിയാം, പക്ഷേ എഴുതാൻ അറിയില്ല. എഴുതാൻ റിട്ടൺ ലാംഗ്വേജ് എന്തായാലും ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ ഇനി എഴുതാനും അറിയാം, ബാക്കി വായിച്ചാലും മനസ്സിലാവും. അങ്ങനെയുള്ളവർക്ക് പറയാൻ ചമ്മലുണ്ടായിരിക്കും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. സോ അവർ നിങ്ങളെ ടീച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ലെവൽ ആദ്യം മനസ്സിലാക്കിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് വാട്സാപ്പിൽ ആദ്യം അവരൊരു 10 മലയാളത്തിലുള്ള സെൻറ്റൻസസ് അയച്ചു തരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾ അയച്ചു കൊടുക്കണം. അപ്പോൾ അതിലെ ടെൻസും വേർഡ്സും എത്ര എക്വറേറ്റ് ആണ് നിങ്ങൾ കൺവേർട്ട് ചെയ്തത് എന്ന് മനസ്സിലാവുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ ലെവൽ ഓഫ് നോളേജ് എത്രയാണ് ഇംഗ്ലീഷിൽ എന്ന്. അപ്പോൾ അത് 3 ലെവലായിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്യണത്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളത്, സെക്കൻഡ് മീഡിയം ലെവൽ, തേർഡ് അഡ്വാൻസ് ലെവൽ. സോ എല്ലാവരെയും ഇപ്പോൾ നല്ലോണം ഇംഗ്ലീഷ് അറിയുന്ന ഒരാളെ നമ്മൾ കൊണ്ടുപോയിട്ട് മീഡിയം ലെവലിൽ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ബെറ്റർ കോച്ചിങ് ആണ് വേണം. സോ അതുകൊണ്ടാണ് അവർ ആദ്യം നിങ്ങൾ ഏത് ലെവലിലാണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അതേപോലെയുള്ള കാറ്റഗറിയിലുള്ള കുട്ടികളെ എല്ലാവരെയും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു 30 പേരുള്ള ഒരു ക്ലാസ് ആക്കിയിട്ട് അവർ തിരിക്കും. എന്നിട്ട് ആ 30 പേർക്ക് വെച്ചിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അതേപോലെയുള്ള കുട്ടികളാവുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് അതിൽ പെർഫോം ചെയ്യാനും നിങ്ങൾക്കൊരു ചമ്മലിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാവർക്കും നിങ്ങൾക്ക് എന്ത് അറിവുണ്ടോ അത്ര അറിവ് തന്നെ ബാക്കിയുള്ളവർക്കും ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റർ ട്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്. സോ ഇവർ നിങ്ങളെ കറക്റ്റായിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളെ അവർ ഹെൽപ്പ് ചെയ്യും. ഇത് ആക്ച്വലി ഒരു 60 days പരിപാടിയാണ്. കണ്ടോ, ഇപ്പോൾ ബാക്കിൽ കൂടെ പോകുന്ന ഇവരും കൂടെ ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ് പോണേ. സോ ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയാണ്. സോ ഇത് ആക്ച്വലി ഒരു 60 days പരിപാടിയാണ്, 2 മാസം. അപ്പോൾ 2 മാസത്തിൽ എല്ലാ ദിവസവും നമുക്കിതിന് പോകാൻ പറ്റണമെന്നില്ല. കാരണം ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കാം, വേറെ കുറേ പരിപാടിയുള്ള ആൾക്കാരുണ്ടായിരിക്കാം. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരിതൊരു 6 months പ്രോഗ്രാമായിട്ടാണ് നടത്തുന്നത്. അതിൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് 60 days നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് ആക്ച്വലി ഇത് കേട്ടപ്പോൾ ഫസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് പലരും വ്ളോഗ് കാണുമ്പോൾ ഇംഗ്ലീഷ് കൊണ്ട് എന്താ ആവശ്യം, ഇംഗ്ലീഷിൽ എന്താ കാര്യം എന്ന് വിചാരിച്ചേക്കാം. പക്ഷേ ഇംഗ്ലീഷിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ ഒരിക്കലും മലയാളത്തെ താഴ്ത്തി പറയുകയോ വേറൊരു ലാംഗ്വേജിനെ താഴ്ത്തി പറയുകയോ അല്ല. നമ്മുടെ മാതൃഭാഷ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിട്ടാണ് നമ്മൾ വേറെ ഏത് ഭാഷയും സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പിന്നെ ഇത് ഫ്രീ ആണോ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇത് ഫ്രീ അല്ല. ഇതിന് ആക്ച്വലി 3000 രൂപ തൊട്ട് 4000 രൂപ വരെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. ഏറ്റവും ബേസിക് ലെവലിൽ വരുന്നവർക്ക് 3000, മീഡിയം ലെവലിൽ 3500, അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ടവർക്ക് 4000 രൂപ വരെയാണ് ഇതിൻ്റെ പൈസ വരുന്നത്. സോ നിങ്ങളെല്ലാവരും ഒന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കൂ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് വേർത്താണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യൂ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കര വേർത്തായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നി. സോ ഞാൻ എൻ്റെ 50K കഴിഞ്ഞു, 10K കഴിഞ്ഞു, ഇൻസ്റ്റാഗ്രാമിൽ 50K കഴിഞ്ഞു. ഇതുവരെ ഞാൻ ഒരു ഗീവ് അവേ നടത്തിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു, അത്രയും നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളൊരു കുട്ടി, പല സിറ്റുവേഷൻ കൊണ്ടും ഇതിന് പൈസ ഇറക്കാൻ പറ്റാത്തൊരു കുട്ടി, അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ അയച്ചു തരുന്നതെന്ന് ഏതെങ്കിലും ഒരാളുടെ കംപ്ലീറ്റ് ഫീസ് ഞാനതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. സോ അങ്ങനെ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഏതെങ്കിലും ഒരാളെ ഞാനിതിൽ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ആപ്പിൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, ഈ ഡ്രസ്സ് എന്തായാലും എനിക്ക് ട്രയൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീട്ടിലെത്തിയിട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്രയും ആവശ്യമുള്ള ഒരാളെ ഞാൻ സ്പോൺസർ ചെയ്യാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ പക്ഷെ അത് ആവശ്യക്കാരായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ തരുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചലഞ്ച് എന്തെങ്കിലും നടത്തിയതിന് ശേഷം, അതായത് ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിനുള്ള ഒരു കോഴ്സാണല്ലോ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നത്. സോ അതിന്ന് എനിക്കൊരു വിന്നറിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് കണ്ടുപിടിച്ചതിന് കോഴ്സല്ല ചലഞ്ച് കണ്ടുപിടിച്ചതിന് ശേഷം
ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ചലഞ്ച് നിങ്ങൾ അതിൽ കോമ്പീറ്റ് ചെയ്യുക, താല്പര്യമുള്ളവർ, പഠിക്കണം താല്പര്യമുള്ളവർ. സോ അതിലൊരാളെ ഞാൻ എന്തായാലും സ്പോൺസർ ചെയ്യുന്നതാണ് ആ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കും. ഓക്കെ, എനിക്കും ക്യാപ്സുലോൺ മതി. എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം? 10 മിനിറ്റ്. അത് ഓൾറെഡി കഴിഞ്ഞു. 5 മിനിറ്റ് കൂടി. നല്ല ഷൂ. ഇത് Şu kaptalon, şu ayran. And baklava which one? ഈ കാണുന്നതാണ് ഈ ബക്ലാവ കേട്ടോ, മധുരക്കട്ടിയാണ് അതിൻ്റെ ഫേവറേറ്റ്. കുറച്ച് ഫുഡൊക്കെ വാങ്ങി ഇവിടെ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ദീപചേച്ചി ഉണ്ടല്ലോ ഈ മധുരക്കട്ടി ഇങ്ങനെ, ഇതും താല്പര്യം. കൊക്കോ ഒരു റിഫ്ലക്സ് ആക്ഷനാണ്. ആ ലിപ്സ്റ്റിക്കും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, രക്ഷയില്ല. അപ്പം ഞങ്ങളിവിടെ കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്ത് കഴിച്ച് വീട്ടിൽ പോകണം. ദീപചേച്ചി പബ്ലിക് ട്രാൻസ്പോർട്ട്, എനിക്കിവിടെ ഒന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ വിഷ്ണു കൊണ്ട് വരുമോയെന്ന് ചോദിച്ചു, പക്ഷെ വിഷ്ണു വരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഊബർ ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ്. ഓക്കെ, ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കാണിച്ചില്ല, മടിയാണ്. അപ്പോൾ ഐഷു വീട്ടിൽ പോവാണ് ഊബറിൽ. ബൈ ബൈ. ഇത് എൻ്റെ വണ്ടി. അങ്ങനെ നമ്മൾ ഊബറിന്നൊക്കെ ഇറങ്ങി ഇതേ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തിക്കുകയാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലാറ്റിലെത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ച ഡ്രസ്സ് ഒന്ന് ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. എന്നിട്ട് എനിക്ക് ആ ഡ്രസ്സ് വാഷ് ചെയ്യണം. പിന്നെ എന്നെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയൊക്കെ എടുത്തതല്ലേ, അപ്പോൾ ഇന്ന് രാത്രി വരെ ഇങ്ങോട്ട് ഷൂട്ട് ചെയ്തേക്കാം. നമുക്ക് ഓർക്കാൻ പറ്റില്ല. നമുക്ക് ഫ്ലാറ്റ് നമ്പർ പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ ക്യാമറ വഴി എന്നെ കാണാം. വിഷ്ണുവിനെ കണ്ടു, അപ്പോൾ വിഷ്ണുവിനെ തുറന്നു. അങ്ങനെ നമ്മൾ അകത്ത് പോവുകയാണ് സുഹൃത്തുക്കളെ. മൈ ഡിയർ ഡാർലിംഗ് ഉന്നെ മല്ലികാക്കു പെട്ര കല്ലസല 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 കല്ലസല. ഞാൻ കൈ കഴുകിട്ട് തരാം. ക്യാപ്സലാണോ വാങ്ങിച്ച? വിശക്കുണ്ടോ? എനിക്ക് എന്നെ അങ്ങനെ സർപ്രൈസ് ചെയ്തോ ഞാൻ വരുമ്പോ ഫുഡൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ട്? എന്തായിരുന്നു? അതിന്റെ ഒരു യൂട്യൂബ് വീഡിയോ എടുത്തിട്ട് ഭയങ്കര ഫോളോവേഴ്സ് ആയിരിക്കും. വിഷ്ണു ചേട്ടാ ഫാൻസ്. അപ്പൊ ഞാൻ പോയി മാസ്ക് ഒക്കെ ഊരി കൈയൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നത് കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു. അയ്യോ, കുളിക്കുന്നത് കാണിച്ചു തരില്ല കേട്ടോ, കുളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ദേ കൈയൊക്കെ കഴുകി വന്നു. ഇനി ഞാൻ പോയിട്ട് ആ ഡ്രസ്സ് ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വിഷ്ണുവിന് കണ്ടാ ഡ്രസ്സ്? വിഷ്ണു ബോയ് ഹെഡ്സെറ്റ് വെച്ചിരിക്കുക, കേൾക്കല്ല. ഡ്രസ്സ് കണ്ടോ? ഓക്കെ, അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് ഇട്ടിട്ട് വിഷ്ണുവിനെ കാണിക്കാം. ഇതെനിക്ക് ഇന്ന് ദീപ ചേച്ചി കൊണ്ടുവന്ന ഒരു സർപ്രൈസ് ആയിരുന്നേ. എനിക്ക് ബുദ്ധ സ്റ്റാച്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരേപോലത്തെ ബുദ്ധ സ്റ്റാച്ചു ഒന്ന് ദീപ ചേച്ചി എനിക്കും ഒന്ന് ദീപ ചേച്ചിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമല്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കളറല്ലേ? ഇത് കിഡ് സെക്ഷൻ എടുത്തത് അല്ലേ? അടുത്ത ആൻസർ
ദിസ് ഇസ് ലൈക്ക് ഒരു ഭയങ്കര ഒരു കൂളായിട്ടുള്ള ഒരു ഡ്രസ്സ്. കയ്യിനൊക്കെ എന്തൊക്കെ പ്രത്യേകതയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വിഷ്ണു കണ്ടപ്പോ ഇത് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തേക്ക് ബ്ലാക്ക് വാങ്ങിച്ചോന്നുണ്ടോ? ഓക്കെ അത്രയല്ലോ. പക്ഷെ കുറച്ചും കൂടെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ആക്സസറീസ് ഒക്കെ വെച്ചിട്ട് ഹെൽപ്പ് രസം ഉണ്ടാവും. ഭയങ്കര അങ്ങനെ അടിപൊളിയൊന്നുമല്ല, പക്ഷെ കുഴപ്പമില്ല. ഇതിടാൻ ഒന്നും കൂടെ സുഖമുണ്ട് ഇല്ലേ? ദീപേച്ചിട്ട് സെലക്ഷൻ ഞാൻ ദീപേച്ചിട്ടുണ്ടെന്ന് കാണിച്ചു. ഇതിടാൻ മറ്റേനേക്കാളും എനിക്ക് കഴുത്ത് കുറച്ച് ടൈറ്റാ അത്, പക്ഷെ ഇത് കുറച്ചും കൂടെ ഇടാൻ കംഫർട്ടബിൾ. അപ്പൊ ഇതാണ് എന്റെ 3 ബർത്ത്ഡേ ഡ്രസ്. എനിക്ക് തന്നെ വാങ്ങിച്ചത് വിഷ്ണു. എനിക്ക് തന്നെ വാങ്ങിച്ചത്. അടിപൊളിന്നോ? ഞാൻ തരാൻ പൈസ എന്ന് പറയുന്നത് ഈ പ്രൗഡ് ഫീലിംഗ് കൂടെ വേറെ എന്തെങ്കിലും സാധനം ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ഇനി ഞാൻ പോയി കുളിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കട്ടെ. ഓക്കെ, സോസ് എന്തെങ്കിലും വേണോ? ഫുഡ് കഴിച്ച് കിടന്നോട്ടെ. കുറച്ച് എഡിറ്റിംഗ് പരിപാടി ഉണ്ട്. അപ്പൊ എന്തായാലും ഇത്ര നേരം എന്റെ പ്രഹസനം ഒക്കെ കണ്ട് സഹിച്ചതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം, വണക്കം. എല്ലാ പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറക്കും. ഈ പ്രാവശ്യം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കൺ വിഷ്ണു തിരിഞ്ഞു നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞപ്പോ എന്താ സാറ് മറന്നു പറഞ്ഞു. പ്രശ്നം ഓർത്ത് പറഞ്ഞ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കണോ എന്തൊക്കെ ഐക്കൺ സൈഡിൽ കാണുന്നെങ്കിൽ എല്ലാം പിടിച്ച് ഞാൻ കേൾക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, വണക്കം.